ഹലോ ഗായ്സ്, എല്ലാവർക്കും മൂവി ടൈൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഈവൺ ഇഫ് ദിസ് ലവ് ഡിസപ്പിയേഴ്സ് ടുനൈറ്റ് എന്ന കൊറിയൻ സിനിമയെ പറ്റിയാണ്. ഈ മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് രാത്രി തൻ്റെ റൂമിൽ കഥാനായിക ഹാൻ സിയോൺ എന്തോ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്നതാണ്. പിറ്റേന്ന് അലാറം കേട്ട് എഴുന്നേൽക്കുന്ന സിയോൺ കണ്ണു തുറന്നു നോക്കുമ്പോൾ നേരെ കാണുന്നത് ചുമരിലൊട്ടിച്ചിരിക്കുന്ന കുറേ നോട്ടുകളിലേക്കും. അതിലൊന്നിൽ എഴുതിയിരിക്കുന്നത് ഒരു ആക്സിഡന്റിൽ തനിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു, എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറിലുണ്ടെന്നും ശേഷം ഓരോ നോട്ടുകളായി വായിക്കുമ്പോൾ അവളൊരു ഹൈസ്കൂൾ സ്റ്റുഡൻ്റ് ആണ്, ആക്സിഡന്റിന് മുന്നേ വരെയുള്ള കാര്യങ്ങൾ മാത്രമേ ഓർമ്മ ഉള്ളൂ എന്നും ഓരോ ദിവസവും ചെയ്യേണ്ട ഡൂ ലിസ്റ്റ് വരെ അവൾ തലേന്ന് രാത്രി ചെയ്തു വെച്ചതായും കാണാം. അതായത് ഒരു ആക്സിഡന്റിന് ശേഷം സിയോണിന് ആൻഡ്രോഗ്രേഡ് അംനീഷ്യ ബാധിച്ചു. അത് കാരണം അവൾ ഓരോ ദിവസവും ഉറങ്ങി ഉണർന്നു കഴിഞ്ഞാൽ തലേന്നുള്ള കാര്യങ്ങൾ മറന്നുപോകുന്നു. അവൾ ഓരോ ദിവസവും പുതിയ ജീവിതം തുടങ്ങുന്നു. അവൾ ആ ഓർമ്മകൾ നിലനിർത്താനായി ഓരോ ദിവസവുമുള്ള കാര്യങ്ങൾ അവൾ ഉറങ്ങുന്നതിന് മുന്നേ തൻ്റെ കമ്പ്യൂട്ടറിലും ഫോണിലും ജേർണലുകളായി സൂക്ഷിക്കുന്നു. ദിവസവും രാവിലെ എഴുന്നേറ്റ് ഈ നോട്ടുകൾ വായിച്ച് അവളുടെ അന്നത്തെ ദിവസം പുതുതായി തുടങ്ങുന്നു. ഈ രഹസ്യം ആകെ അറിയാവുന്നത് അവളുടെ പാരൻസിനും അധ്യാപകർക്കും കൂടാതെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ ജിമിനും മാത്രമായിരുന്നു. ഒരു ദിവസം സ്കൂളിലേക്ക് പോകാൻ ബസ്സിൽ കയറിയ സിയോൺ ബസ് ബ്രേക്ക് ഇടുമ്പോൾ മുന്നോട്ടായിരുന്നു. ഇത് കണ്ട് തൊട്ടടുത്ത ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ടുകൊണ്ട് നിന്ന് നമ്മുടെ കഥാനായകൻ കിം ജിവോൺ അവളെ മുടിയിൽ പിടിച്ച് താങ്ങി നിർത്തുന്നു. അവൻ അവളോട് സോറി പറയുന്നുണ്ടെങ്കിലും അവളത് മൈൻഡാക്കാതെ തിരിഞ്ഞു നിൽക്കുന്നു. ക്ലാസ്സിലേക്ക് വരുന്ന കിം ജിവോൺ തൻ്റെ ഡെസ്കിൽ കിടക്കുന്ന വേസ്റ്റ് കണ്ട് അടുത്തിരിക്കുന്ന ഡോങ്സിങ്ങിനോട് എന്തിനാ ഇതിവിടെ ഇട്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പേടിയോടുകൂടി അവൻ സോറി പറഞ്ഞ് അത് തുടച്ചു മാറ്റുന്നു. എന്നാൽ അവനല്ലാതെ ചെയ്തതെന്ന് മനസ്സിലാക്കിയ കിം ജിവോൺ തൊട്ടടുത്ത ക്ലാസ്സിലെ ബുള്ളിയിങ് ഗ്യാങ്ങിനെ കാണാൻ പോകുന്നു. അവർ ഡോങ്സിങ്ങിനെ പേടിപ്പിക്കുകയും ബുള്ളിയിങ് ചെയ്യാറുണ്ടെന്നും നമുക്കിതിൽ നിന്ന് തന്നെ മനസ്സിലാകും. തൻ്റെ സീറ്റിൽ ഇതുപോലെ വേസ്റ്റ് ഇടരുതെന്ന് കിം ജിവോൺ പറയുമ്പോൾ ഗ്യാങ് ലീഡറായ യൂജിൻ സിയോൺ അതുവഴി പോകുന്നത് കാണുമ്പോൾ പറയുകയാണ്, നീ സിയോണിനെ ഇഷ്ടമാണെന്ന് പറയുകയും ഒരു ദിവസം പുറത്തു കൊണ്ടുപോവാൻ ക്ഷണിക്കുകയും അവൾ എസ് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഡോങ്സിങ്ങിനെ ഇനി വെറുതെ വിടാമെന്നും. സിയോൺ സ്കൂളിൽ ജിമിനോടല്ലാതെ വേറെ ആരോടും മിണ്ടാറില്ലായിരുന്നു. നിരവധി പ്രപ്പോസലുകൾ ദിവസവും അവൾക്ക് വരുമായിരുന്നു. എന്നാൽ അവൾ അതൊന്നും തന്നെ കാര്യമാക്കി എടുത്തതേയില്ല. അതുകൊണ്ടാണ് യൂജിൻ അത് പറഞ്ഞതും. ഇത് കേട്ട ജിയോൺ ആകെ കൺഫ്യൂഷനിലാകുന്നു. അത് കഴിഞ്ഞ് ഗ്രൗണ്ടിലിരിക്കുന്ന ജിവോണിനെയും അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സിയോണിനെയും കാണാം. അവൻ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. പിന്നീട് ക്ലാസ്സിലെത്തുന്ന ജിവോണിന് ഡോങ്സിങ് ഒരു പേപ്പറിൽ ഞാൻ കാരണം നീ ട്രബിളിലായതിന് സോറി എന്ന് എഴുതി കൊടുക്കുന്നു. ലഞ്ച് ബ്രേക്ക് സമയത്ത് ആ ഗാങ് വീണ്ടും വരികയും ജിവോണിനെ വെല്ലുവിളിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ അവളെ പ്രൊപ്പോസ് ചെയ്യാം, അവൾ ഓക്കെ പറയുമെങ്കിൽ ഇതിവിടെ നിർത്തണമെന്ന് പറഞ്ഞ് ക്ലാസ്സിൽ നിന്നിറങ്ങി പോകുന്നു. നേരെ പോകുന്നത് ഒരിടത്ത് മാറി ഒറ്റയ്ക്കിരിക്കുന്ന സിയോണിനടുത്തേക്കാണ്. അവൻ തനിക്ക് എൻ്റെ കൂടെ ഡേറ്റിന് വരാമോ എന്ന് ചോദിക്കുന്നു. കുറച്ചുനേരം അവനെ നോക്കി നിന്ന ശേഷം സിയോൺ വരാമെന്ന് മറുപടി നൽകി. നോ ആയിരിക്കും പറയുക എന്ന ഉറപ്പോടെ ഇതെല്ലാം ഒളിച്ചു നിന്ന് കേൾക്കുന്ന ആ ഗ്യാങ് മാത്രമല്ല നമ്മുടെ ജിവോണും ആ മറുപടി കേട്ട് ഞെട്ടി. സിയോൺ സ്കൂൾ കഴിഞ്ഞ് നമുക്ക് കാണാമെന്ന് പറഞ്ഞ് അവിടുന്ന് പോയി. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും പോയപ്പോൾ സിയോൺ ജിവോണിനെ കാണാൻ ക്ലാസ്സിൽ വരികയും അവൻ്റെ ഫോൺ വാങ്ങി അവളുടെ നമ്പർ സേവ് ആക്കുകയും ചെയ്തു. അവളുടെ ഫോണിൽ അവൻ്റെ നമ്പർ മൈ ബോയ് ഫ്രണ്ട് എന്ന പേരിൽ സേവ് ചെയ്തു വെച്ചു. ഇത് കണ്ട കിം ജിവോൺ ഒന്ന് ഞെട്ടി. ശേഷം സിയോൺ പറഞ്ഞു, ഇതിൽ അതിശയിക്കാൻ എന്താണ് ഇത്രയുള്ളത്, താനല്ലേ നമുക്ക് പുറത്തു പോകാമെന്ന് എന്നോട് പറഞ്ഞതെന്ന്. ജിവോൺ നടന്ന കാര്യങ്ങൾ സിയോണിനോട് പറഞ്ഞു. താൻ എൻ്റെ കൂടെ പുറത്തു വന്നാൽ ഡോങ്സിങ്ങിനെ അവർ ഇനി ഉപദ്രവിക്കില്ല, അത് കാരണമാണ് ഞാൻ ചോദിച്ചതെന്ന്. ഇത് കേട്ട് അവളൊന്ന് മൂളിയിട്ട് പറഞ്ഞു, നീ ഒരു ഗുഡ് ഫ്രണ്ടാണ്, കാരണം എന്തോ ആയിക്കോട്ടെ നമുക്ക് ഡേറ്റിന് പോയാലോ എന്ന്. എന്തു പറയണമെന്നറിയാതെ ജിവോൺ ചോദിച്ചു, അതിന് തനിക്ക് എന്നെ ഇഷ്ടമാണോ എന്ന്. അവൾ അല്ല എന്ന് തലയാട്ടി. എനിക്ക് പുതിയതെന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം, അല്ലെങ്കിൽ ലൈഫ് ബോറാകില്ലേ, നമുക്ക് നോക്കിയാലോ എന്ന്. കൂടാതെ അവൾ 3 കണ്ടീഷൻസ് മുന്നോട്ട് വയ്ക്കുന്നു. 1, നമ്മൾ അധികം സംസാരിക്കരുത്. 2, സ്കൂൾ കഴിയുന്നത് വരെ സംസാരിക്കാൻ പാടില്ല. 3, നമുക്കിടയിൽ റിയൽ ഫീലിങ്സ് അഥവാ പ്രണയം ഉണ്ടാക്കാൻ പാടില്ല എന്നും. ഇത് പറഞ്ഞവൾ അവനോട് വാ പോകാമെന്ന് പറഞ്ഞ് അവിടുന്ന് പോയി. എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ ജിവോൺ അവളുടെ പിന്നാലെ നടന്നു. നടക്കുന്നതിനിടയിൽ അവൻ ഇഷ്ടമുള്ള കളർ, നമ്പർ, സീസൺ, ഫുഡ്, ഡ്രസ് എന്നുവേണ്ട എല്ലാത്തിനെയും പറ്റിയും ചോദിച്ചറിയുകയും അവൾ അതെല്ലാം അപ്പോൾ തന്നെ അവളുടെ ഫോണിൽ ടൈപ്പ് ചെയ്യുകയും ചെയ്യുന്നു.
ഇതൊക്കെ എന്തിനെന്ന് ചോദിക്കുമ്പോൾ കപ്പിൾസ് ഇതെല്ലാം അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് അവനുമായുള്ള ഫോട്ടോസും എടുക്കുന്നു. വീണ്ടും അവൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇഷ്ടമുള്ള ഗെയിം ഏതാണെന്ന് ചോദിക്കുമ്പോൾ അവൻ അതിനോട് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുന്നു. ബസ്സിൽ കയറി അവർ അടുത്തടുത്തിരിക്കുന്നു. കുറച്ചുനേരം സൈലന്റ് ആയിരിക്കുന്ന അവൻ തനിക്കിഷ്ടപ്പെട്ട പാട്ട് സിയൂണിന് കേൾപ്പിക്കുന്നു. അവൾ അത് മൊബൈലിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കെ ചോദിക്കും, താൻ ഏത് സ്പോർട്സിനാണുള്ളതെന്ന്. അവൻ ഞാൻ ഒന്നിലുമില്ല എന്ന് പറയുമ്പോൾ അവൾ ഞെട്ടലോടെ പറയും, ഇത്രയും നല്ല ഫിറ്റ്നസ് ഉള്ള നീ എന്താ അതിലൊന്നും പങ്കെടുക്കാത്തതെന്ന്. വിയർക്കുമെന്ന് പറയുമ്പോൾ അവൾ കളിയാക്കി ചിരിക്കുന്നു. അവൻ വീണ്ടും അവളോട് എന്തിനാ ഇതൊക്കെ നോട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ താനൊരു ഓർഡിനറി ടൈപ്പ് അല്ല, അതുകൊണ്ടാണെന്ന് പറയുകയും അവൻ താനും ഓർഡിനറി ടൈപ്പായി എനിക്ക് തോന്നിയില്ല എന്ന് സിയൂണിനെ നോക്കി പറയുകയും ചെയ്യുന്നു. അവൾ ശരിയാ, ഞാൻ ഓർഡിനറി അല്ല എന്ന് പതിയെ പറഞ്ഞ് പുറത്തേക്ക് നോക്കിയിരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് രാത്രി ജിവോൺ തുണികൾ മടക്കി വയ്ക്കുന്നതും അച്ഛൻ വരുന്നതുമാണ്. ഭക്ഷണം മേശപ്പുറത്തുണ്ടെന്ന് പറയുമ്പോൾ താൻ ഡിന്നർ കഴിച്ചു, ഞാൻ അത് രാവിലെ കഴിച്ചോളാം എന്ന് പറഞ്ഞ് അയാൾ റൂമിൽ കയറി വാതിലടയ്ക്കുന്നു. ഉറങ്ങാൻ നേരം സിയൂൺ ജിവോണിന് താനെടുത്ത് അവരുടെ കപ്പിൾസ് ഫോട്ടോ അയക്കുകയും കൂടെ ഗുഡ് നൈറ്റ് എന്ന മെസ്സേജ് അയക്കുകയും ചെയ്തു. പിറ്റേന്ന് സ്കൂളിലേക്ക് വരുന്ന വഴിയിലെല്ലാം ഓരോ സ്റ്റോപ്പിലും ജിവോൺ സിയോണിനെ അന്വേഷിച്ചു. സ്കൂളിലേക്ക് എത്തുന്ന ജിവോണിനെ എല്ലാവരും ചിയർ ചെയ്യുവാണ് ഇന്നത്തെ പ്രൊപ്പോസൽ സക്സസ് ആയതിന്. ക്ലാസ്സിലെത്തുമ്പോൾ എന്നത്തെക്കാളും തൻ്റെ ഡെസ്ക് വളരെ ക്ലീൻ ആയിരിക്കുന്നു. ഡോങ് സിംഗ് ചെറുപുഞ്ചിരിയോടെ അവന് വാനില മിൽക്കും കൊടുക്കുന്നു. ശേഷം ലഞ്ച് ബ്രേക്കിന് ജിമിനെയും സിയോണും പോകുന്നത് കണ്ട് സംസാരിക്കാൻ എന്ന് ആലോചിച്ചപ്പോഴാണ് സ്കൂൾ സമയത്ത് സംസാരിക്കരുതെന്ന് സിയോൺ പറഞ്ഞത് ജിവോണിന് ഓർമ്മ വന്നത്. അവനെതിരെ വരുന്ന അവരെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ടു പോയി. സിയോണും അങ്ങനെ തന്നെ ചെയ്തു. എന്നാൽ ജിമിൻ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കിയതിനു ശേഷം ടേബിളിൽ പോയിരുന്നു. ജിവോണിന് സ്കൂളിൽ പറയാൻ കണക്കിന് കൂട്ടുകാർ ആരുമില്ല. ആരോടും ഒരു പ്രശ്നത്തിനും പോകാതെ ഒതുങ്ങി ജീവിക്കുന്ന കാമാൻ കൊയറ്റായ ഒരു കുട്ടിയായിരുന്നു അവൻ. അങ്ങനെ ഒറ്റയ്ക്ക് സ്കൂളിലെ വരാന്തയിലൂടെ ബ്രേക്കിന് നടന്നു വരുമ്പോൾ അവനെയും കാത്ത് ജിമിൻ നിൽക്കുന്നുണ്ടായിരുന്നു. സിയൂണുമായുള്ള ഡേറ്റിംഗ് നിർത്തണമെന്ന് അവൾ ആവശ്യപ്പെടുകയും നീ ഒരിക്കൽ പോലും അവളുമായി ഇതിനു മുന്നേ സംസാരിച്ചു കണ്ടിട്ടില്ല എന്നും പറയുമ്പോൾ ജിവോൺ തനിക്ക് അവൾ എങ്ങനെയുള്ളവളാണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ആണെന്ന് തിരിച്ചു പറയുന്നു. ജിമിൻ ജിവോണിന്റെ ഫോൺ വാങ്ങി അതിൽ അവളുടെ നമ്പർ സേവ് ചെയ്യുന്നു. ഇത് കണ്ട് ക്ലാസ്സിലെ ബുള്ളിയിങ് ഗാങ്ങും നിൽപ്പുണ്ട്. ആ ഗാങ്ങിലെ യൂജിന് ജിമിനോട് താല്പര്യമുണ്ട്. വൈകുന്നേരം സ്കൂളിന് വെളിയിൽ സിയൂണിനെയും കാത്ത് ജിവോൺ നിൽക്കുകയായിരുന്നു. വന്നയുടൻ അവൾ വാ നമുക്കൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ക്ലോ മെഷീനിൽ കളിക്കുകയും ഫോട്ടോ എടുക്കുകയും നൂഡിൽസ് കഴിക്കാൻ പോവുകയും ചെയ്തു. ഇതെല്ലാം അവൾ അതാത് ദിവസങ്ങളിൽ തൻ്റെ ഡയറിയിൽ കുറിച്ചുകൊണ്ടുമിരിക്കുന്നു. ഒരു ദിവസം വൈകുന്നേരം സിയോൺ തൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത് അവൻ ചിത്രങ്ങളായി പകർത്തി. പെട്ടെന്ന് ജിമിൻ വരികയും അവൻ ഫോൺ മാറ്റുകയും ചെയ്തു. അവർ ലൈബ്രറിയിൽ പോകുമ്പോൾ തമ്മിൽ സംസാരിക്കുന്നതും അവർ എടുത്ത ഫോട്ടോസ് ക്ലാസ്സിലിരുന്ന് നോക്കുന്നതും കാണുമ്പോഴും ജിമിൻ സിയോൺ സന്തോഷവതിയാണെന്ന് മനസ്സിലാക്കുന്നു. അവളും കൂടെ ചിരിക്കുന്നു. ഇതൊക്കെ കണ്ട് പുറത്ത് യൂജിനും പുഞ്ചിരിക്കുന്നു. അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുന്നത് കണ്ട യൂജിന് അടുത്തേക്ക് ജിവോൺ എത്തുമ്പോൾ അവൻ അവിടുന്ന് പോകുന്നു. സിയോണിനെ നോക്കി നിൽക്കുന്ന ജിവോണിന് അവളോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നു. എന്നത്തെയും പോലെ വൈകുന്നേരം അവർ പുറത്തു പോകുന്നു. കരോക്കെ പാടുന്നു. ജിവോണിനെ ക്യാമറയിൽ സിയോൺ പകർത്തുന്നു. ഇതെല്ലാം അവൾ കമ്പ്യൂട്ടറിൽ കുറിക്കുകയും ചെയ്യുന്നുണ്ട്. പിറ്റേന്ന് 3-4 പേർ ചേർന്ന് യൂജിനെ അടിക്കുന്നു. തൊട്ടിപ്പുറത്ത് വേസ്റ്റ് കളയാൻ വന്ന ജിവോണും നിൽക്കുന്നുണ്ട്. അവനെ അവർ പൊതിരെ തല്ലുന്നത് കണ്ട് മൈൻഡ് ചെയ്യാതെ വേസ്റ്റ് അവൻ ബിന്നിലേക്ക് ഇട്ടുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് മടി നിർത്താത്തത് കണ്ട ജിവോൺ ബിന്നിലുണ്ടായിരുന്ന പഴയ ക്യാനുകൾ എടുത്ത് അവരുടെ പുറത്തേക്ക് എറിഞ്ഞു. ദേഷ്യം വന്ന അവർ അവനെ അടിക്കാൻ ചെന്നെങ്കിലും പെട്ടെന്ന് ടീച്ചറിനെ വിളിക്കും എന്ന് പറഞ്ഞ് ജനാലയിലൂടെ ഉറക്കെ പറയുന്ന സിയൂണിനെയും ഇതെല്ലാം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ജിമോണിനെയും കാണാം. ഇത് കണ്ട് അവന്മാർ ഓടിപ്പോയി. ശേഷം യൂജിനെ മെഡിക്കൽ റൂമിൽ കൊണ്ടുവന്ന് മരുന്ന് വയ്ക്കുന്നത് ജിവോണിനെയും കൂടെയുള്ള ജിമിനെയും സിയോണിനെയും കാണിക്കുന്നു. ആദ്യം എന്താണ് എന്നെ രക്ഷിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ നീ അവന്മാരെ അടിച്ചോളുമെന്ന് കരുതിയെന്ന് ജിവോൺ പറയുന്നു. നീ ഓടാത്തത് എന്താന്ന് സിയോൺ ചോദിച്ചപ്പോൾ എനിക്ക് സ്പീഡിൽ ഓടാൻ പറ്റില്ല എന്ന മറുപടി കേട്ട് വിയർപ്പിന്റെ അസുഖമുള്ളത് കൊണ്ടാണല്ലേ എന്ന് ചിരിച്ചുകൊണ്ട് സിയോൺ പറയുന്നു. രാത്രി കാണിക്കുന്നത് ജിവോണിന്റെ വീടാണ്. വീട്ടിൽ ജിവോണും അച്ഛനും മാത്രമാണുള്ളത്. വീടിന് മുന്നിലുള്ള ഗ്ലാസ് സ്റ്റുഡിയോയിലാണ് അച്ഛൻ വർക്ക് ചെയ്യുന്നത്. അവരുടെ അമ്മ മരിച്ചതിൻ്റെ ആനിവേഴ്സറിയാണിന്ന്. ഓർമ്മ ദിവസം അമ്മയുടെ ഫോട്ടോ നോക്കിക്കൊണ്ടിരുന്ന അച്ഛനടുത്തേക്ക് ജിവോൺ വരുന്നു. അമ്മയെ അച്ഛൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നീ മിസ് ചെയ്യാറില്ലേ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് അച്ഛൻ. അതേന്ന് മറുപടി നൽകിക്കൊണ്ട് ഇപ്പോൾ ഒരുപാട് നാളായില്ലേ, അതുകൊണ്ട് തന്നെ അച്ഛന് ഫോട്ടോഗ്രാഫി വീണ്ടും തുടങ്ങിക്കൂടെ എന്നും ജിവോൺ ചോദിക്കുന്നു. എന്നാൽ ഞാനിപ്പോൾ ഹാപ്പിയാണെന്ന് പറഞ്ഞ് അച്ഛൻ ആ സംസാരം അവിടെ നിർത്തുന്നു.
എന്നാൽ ജിവോൺ അച്ഛൻ അതൊക്കെ ചെയ്ത് ഫ്രണ്ട്സുമായി കറങ്ങാൻ പോകുന്നതൊക്കെയാണ് എനിക്ക് സന്തോഷമെന്ന് കൂടെ ചേർക്കുന്നു. ശരിയെന്ന് തലയാട്ടി അച്ഛൻ പോകുന്നു. പിറ്റേന്ന് വീണ്ടും സ്കൂളാണ് കാണിക്കുന്നത്. അവിടെ ലഞ്ച് കഴിക്കാനെത്തിയ ജിവോണിനു പുറകെ യൂജിൻ നടക്കുന്നു. അവരുടെ റിലേഷൻഷിപ്പിനെ പറ്റി ക്യൂരിയസ് ആയി അവൻ ജിവോണിനോട് കുറേ കാര്യങ്ങൾ ചോദിക്കുകയും അവൻ അവൻ്റെ വായ പൊത്തുകയും ചെയ്യുന്നു. ശേഷം ലൈബ്രറിയിലിരുന്ന് ജിവോണും സിയോണും ബുക്കിലൂടെ സംസാരിക്കുകയും അടുത്ത ആഴ്ച പുറത്തു പോകാൻ പറയുകയും ചെയ്യുന്നു. അതിനുശേഷം വീക്കെൻഡിൽ അവർ രണ്ടാളും ഒരു മലമുകളിലേക്ക് പോകുന്നു. അവൾക്കായി ജിവോൺ ഫുഡ് കൊണ്ടുവരുന്നു. ശേഷം സിയോൺ പറയുകയാണ്, നമ്മൾ ഒരുപാട് നാളൊന്നുമായില്ല പരിചയപ്പെട്ടിട്ടെങ്കിലും നിന്നെ ഞാൻ കുറേ നാളുകൾക്ക് മുന്നേ അറിയുന്നതായി തോന്നുന്നുവെന്ന്. തിരികെ രാത്രി മഴയത്ത് ബസ്സിൽ വന്നുകൊണ്ടിരുന്ന സിയോൺ ജിവോണിൻ്റെ തോളിൽ കിടന്നുറങ്ങിപ്പോകുന്നു. ഉണർന്നു കഴിഞ്ഞ സിയോൺ പെട്ടെന്ന് പാനിക്കാകുന്നു. അവൾ ചുറ്റും നോക്കി നിങ്ങൾ ആരാണെന്ന് ചോദിക്കുകയും ബസ് നിർത്താൻ ആവശ്യപ്പെട്ട് പെട്ടെന്ന് അവൾ ഇറങ്ങുകയും ചെയ്യുന്നു. എന്നാൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാത്ത ജിവോൺ അവളുടെ കൂടെ ഇറങ്ങുന്നു. അവനെ കണ്ട് പേടിച്ച അവൾ പുറകെ വരുന്ന ബസ്സിന് കൈ കാണിച്ച് ഓടി അവൾ അതിൽ കയറിപ്പോയി. അവൻ അവളുടെ പുറകെ കുറേ ഓടിയെങ്കിലും അവന് നെഞ്ചുവേദന അനുഭവപ്പെട്ട് അവൻ റോഡിൽ തന്നെ നിന്നു. ബസ്സിൽ കയറിയിരുന്ന ജിമിനെ വിളിക്കുന്ന സിയോണിനോട് ഡേറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയും ഞാൻ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ അടുത്ത് ഇതുപോലൊരാളെ കണ്ട കാര്യവും സിയോൺ പറയുന്നു. അവൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ജിവോണുമായി ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും എഴുതിയിരിക്കുന്നത് കണ്ട് അവൾ പൊട്ടിക്കരയുന്നു. ജിമിൻ ജിവോണിനെ ഫോൺ വിളിക്കുന്നു. ജിവോൺ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ വഴിയരികിൽ സിയോൺ നിൽപ്പുണ്ടായിരുന്നു. അവനെ കണ്ടയുടൻ അവൾ സോറി പറഞ്ഞു. തനിക്ക് ഉറങ്ങി എഴുന്നേറ്റാൽ എല്ലാം മറന്നുപോകുന്ന ആൻഡ്രോഗ്രേഡ് അമ്നേഷ്യയാണെന്ന് അവൾ പറഞ്ഞു. എനിക്കെന്തെങ്കിലും പുതിയത് ട്രൈ ചെയ്യണമെന്ന് തോന്നിയാണ് റിലേഷൻഷിപ്പിലാകാമെന്ന് പറഞ്ഞതെന്നും അതിന് തന്നോട് ക്ഷമിക്കണമെന്നും അവൾ പറഞ്ഞു. ഇത് കേട്ട ജിവോൺ നീ എന്നെ യൂസ് ചെയ്തോളൂ, എനിക്ക് കുഴപ്പമില്ലെന്നും ഇന്നു നീ നിന്നെപ്പറ്റി എന്നോട് പറഞ്ഞെന്നും ആ സത്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയെന്നും നീ നിന്റെ ഡയറിയിൽ എഴുതണ്ട. എല്ലാം നാളെ എഴുന്നേൽക്കുമ്പോൾ നോർമലായിരിക്കും. എനിക്കും നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതും ഇങ്ങനെ മുന്നോട്ടു പോകുന്നതും ഇഷ്ടമാണ്. അതുകൊണ്ട് നമുക്കിടയിൽ ഇതിങ്ങനെ തന്നെ പോട്ടെ എന്നും അവൻ കൂടിച്ചേർക്കുന്നു. വീട്ടിലെത്തി ഈ രോഗാവസ്ഥയെപ്പറ്റി ജിവോൺ ഗൂഗിൾ ചെയ്ത് നോക്കുന്നതും നമുക്ക് കാണാവുന്നതാണ്. ജിമിനും ജിവോണും സംസാരിക്കുന്നതാണ് അടുത്തതായി കാണിക്കുന്നത്. മറ്റുള്ളവർ അവളെ എങ്ങനെ കാണുമെന്ന് അറിയാത്തതിനാലാണ് സത്യം ആരോടും പറയാത്തതെന്ന് പറയുമ്പോൾ ജിവോണും അത് ശരിവെക്കുന്നു. അവൻ അവളുടെ ഓരോ ദിവസവും സന്തോഷത്തിൻ്റെ ഓർമ്മകൾ കൊണ്ട് നിറയ്ക്കണമെന്ന് പറയുമ്പോൾ ജിമിന് അവനോടുണ്ടായിരുന്ന ഇഷ്ടക്കേട് മാറുന്നു. വീട്ടിലെത്തുന്ന ജിവോൺ അച്ഛനോട് തനിക്ക് ഗേൾഫ്രണ്ട് ഉണ്ടെന്ന് പറയുകയും തനിക്ക് അവളെ പരിചയപ്പെടുത്തി തരാൻ പറഞ്ഞ് അവനെ കളിയാക്കുകയും ചെയ്യും. പിറ്റേന്ന് വൈകുന്നേരം സിയോൺ, ജിമിൻ, ജിവോണും കൂടാതെ യൂജിനും സ്കൂൾ ഗേറ്റിന് മുന്നിൽ നിൽക്കുന്നു. എങ്ങോട്ട് പോകണമെന്നുള്ള ആലോചനയ്ക്കൊടുവിൽ സിയോൺ പെൻഗിനെ കാണാൻ പോകണമെന്ന് പറയുകയും അവരങ്ങോട്ട് പോവുകയും ചെയ്യുന്നു. അവർ അവിടെയുള്ള ഒരു അക്വേറിയത്തിലാണ് പോകുന്നത്. അവിടെ അവർ ഒരുപാട് നല്ല നിമിഷങ്ങൾ പങ്കിടുന്നു. പെൻഗിനെ കാണാനെത്തിയ അവർ പെൻഗിനുകൾ റെസ്റ്റിലാണെന്നും അടുത്ത തവണ കാണാം എന്നുള്ള ബോർഡ് കണ്ട് നിരാശയിലാവുന്നു. അവിടെ നിന്നിറങ്ങുന്ന സിയോണും ജിവോണും കടൽ കൂടി നടക്കുന്നു. അവർ രണ്ടുപേരും ഏറെ നേരം അവിടെ നിന്ന് കളിച്ച് നമുക്കിനിയും ഇവിടെ വരണമെന്ന് പറഞ്ഞ് സന്ധ്യയാകുമ്പോഴേക്കും തിരിച്ചു പോകുന്നു. പിറ്റേന്ന് ജിമിനും സിയോണും ജിവോൺ വിളിച്ച് അവിടെയുള്ള ഒരു സ്ട്രീറ്റിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. അവിടെ പെൻഗിനിൻ്റെ വേഷമണിഞ്ഞ് ജിയോണും സർപ്രൈസ് ചെയ്യാൻ നിൽപ്പുണ്ടായിരുന്നു. പെൻഗിനിൻ്റെ വേഷത്തിൽ ജിവോണിനെ കാണുന്ന സിയോൺ വളരെയധികം എക്സൈറ്റഡ് ആയി. അവനോടൊപ്പം ഏറെ നേരം കളിക്കുകയും അവർ ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നു. അന്നത്തെ ഫോട്ടോസും വീഡിയോസും കണ്ടിരിക്കുന്ന സിയോൺ ആ ഓർമ്മകളെല്ലാം കമ്പ്യൂട്ടറിലേക്ക് ചേർത്തു. ഈ ദിവസം മാത്രം ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ എന്ന അടിക്കുറിപ്പോടുകൂടി. പിറ്റേന്ന് ജിവോണിൻ്റെ അച്ഛൻ്റെ ഗ്ലാസ് കടയിൽ ഇരിക്കുകയായിരുന്ന അവർ 4 പേരും. അപ്പോഴാണ് അച്ഛൻ അവർക്ക് കുടിക്കാൻ ജ്യൂസും വാങ്ങി വന്നത്. അതിനിടയിൽ അവിടെ വച്ചിരിക്കുന്ന ഫോട്ടോസ് കണ്ട് ജിമിൻ അതിശയത്തോടു കൂടി ഫോട്ടോഗ്രാഫർ കിമാങ് ഹയോൺ ആണോ നിന്റെ അച്ഛൻ എന്ന് ചോദിക്കുകയും അവൻ അതേ എന്ന് മറുപടി കൊടുക്കുകയും ചെയ്തു. അത് കേട്ട് വണ്ടറടിച്ച ജിമിൻ അദ്ദേഹത്തിൻ്റെ ഫോട്ടോസിൻ്റെ ഫാനാണെന്നും ഇപ്പോൾ ഒന്നും അപ്ലോഡ് ചെയ്യാത്തതിനെ പറ്റിയും തിരക്കി. തിരികെ വീട്ടിലെത്തുന്ന ജിവോണിനോട് സിയോൺ വളരെ സുന്ദരിയാണെന്ന് അച്ഛൻ പറയുന്നു. നേരത്തെ ജിമിൻ പറഞ്ഞ അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ ഫോട്ടോഗ്രാഫി നിർത്തിയതിനെപ്പറ്റി അവൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. സിയോൺ വളരെ ലേറ്റായി ഉറങ്ങുന്നത് ശ്രദ്ധിക്കുന്ന അമ്മ ജിമിനോട് അക്കാര്യം പറയുന്നു. ജിമിൻ ഈ വിവരം ജിവോണിനോട് പറയുകയും ചെയ്യുന്നു. എന്നാൽ അവൾ രാത്രി എന്തുകൊണ്ട് ഉറങ്ങുന്നില്ലെന്നും ഞാൻ ഓരോ ദിവസവും അവളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ എന്നും അവൻ ചോദിക്കുമ്പോൾ നീ അങ്ങനെ നൽകുന്ന ഓരോ ഓർമ്മകളും മറന്നു പോകാതിരിക്കാൻ വേണ്ടി അവൾ ഉറങ്ങാതിരിക്കുന്നതാണെന്ന് ജിമിൻ പറയുന്നു. അതായത് അവൾ ഇപ്പോൾ കടന്നു പോകുന്ന ഓരോ ദിവസത്തെയും ഓർമ്മകൾ അവൾ കാണാതെ പഠിക്കുന്നു. രാത്രി ഏറെ നേരം ഇതിനായി ഇരിക്കുന്ന സിയോൺ ക്ലാസ്സിൽ വളരെ ക്ഷീണിച്ചിരിക്കുന്നതായി കാണപ്പെട്ടു.
ക്ലാസ് ബ്രേക്ക് സമയങ്ങളിൽ പോലും അവനുമായുള്ള ഓർമ്മകൾ പഠിച്ചുകൊണ്ടിരുന്നു. നിസ്സഹായായി ഇതെല്ലാം ജിമിൻ നോക്കിക്കണ്ടു. ഇതേസമയം ജിവോൺ അവളുടെ അസുഖത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു. പിറ്റേന്ന് അവർ രണ്ടുപേരും സ്കൂൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സമ്മർ ബ്രേക്ക് തുടങ്ങാറായെന്നും അവനൊരു ഗിഫ്റ്റ് അവൾക്ക് വേണ്ടി കൊണ്ടുവന്നെന്നും പറഞ്ഞ് അവളെപ്പോലെയുള്ളൊരു കാരിക്കേച്ചർ ഗ്ലാസ്സിലുണ്ടാക്കി കൊടുക്കുന്നു. അവനെപ്പോലെ ഒന്ന് അവളും അവന് ഗിഫ്റ്റായി ഉണ്ടാക്കി നൽകി. തന്നെക്കാളും നന്നായി നീ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ അവനോട് അവൾ പറഞ്ഞു, മിഡിൽ സ്കൂളിൽ വെച്ച് ഞാൻ നന്നായി വരയ്ക്കുമായിരുന്നു, ഇപ്പോൾ ഒന്നും ഓർമ്മയില്ലാന്ന്. ഇത് കേട്ട് ഒന്നാലോചിച്ച ശേഷം ജിവോൺ പറഞ്ഞു, ഇല്ല, അതൊക്കെ നമ്മുടെ ബ്രെയിൻ മറന്നാലും മൈൻഡ് മറക്കില്ലാന്ന്. അതിനെ പ്രൊസീജറൽ മെമ്മറിയാണെന്ന് പറയുകയെന്നും ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്, അതുകൊണ്ട് നീ വരയ്ക്കാൻ ശ്രമിക്കണമെന്നും പറയുന്നു. അങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോയി. സിയോണും ജിവോണും ആ സമയങ്ങളിലെല്ലാം വളരെ സന്തോഷത്തിലായിരുന്നു. ഈ കാലയളവിൽ അവർ പരസ്പരം മനസ്സിലാക്കുകയും ഏറെ അടുക്കുകയും ചെയ്തു. അവരറിയാതെ തന്നെ അവർക്കിടയിൽ ഒരു പ്രണയം ജനിച്ചു. ഒരു ദിവസം അവർ 4 പേരും കൂടി ഫയർവർക്സ് കാണാൻ പോയി. സിയോണും ജിവോണും അവിടെ നിന്ന് മാറി ഒരു കപ്പലിൽ കയറുന്നു. അവിടെ അവർ നിന്ന് ഫയർവർക്സ് ആസ്വദിക്കുകയും അവരുടെ കൈകൾ കോർക്കുകയും ചെയ്തു. എനിക്കിതൊന്നും മറക്കണ്ട എന്ന് നിറകണ്ണുകളോടെ പറയുന്ന സിയോണിനോട് ഇതൊന്നും നീ മറക്കില്ല എന്ന് ജിവോൺ പറയുന്നു. ഏറെ നേരം കണ്ണിൽ നോക്കി നിൽക്കുന്ന അവർ ഇഷ്ടമാണെന്ന് പറയുകയും ചുംബിക്കുകയും ചെയ്യുന്നു. പിറ്റേന്ന് തുടക്കത്തിൽ കാണിക്കുന്നത് പോലെ തന്നെ സിയോൺ അലാറം കേട്ട് എഴുന്നേറ്റ് സ്കൂളിൽ പോകുന്നതും ജിമിനോടും യൂജിനോടും ഒപ്പം വൈകുന്നേരം ഏറെ സന്തോഷവതിയായി കറങ്ങാൻ പോകുന്നതായും കാണിക്കുന്നു. ഈ സമയങ്ങളിലൊന്നും ജിവോൺ അവരുടെ കൂടെ ഉള്ളതായോ അവളുടെ റൂമിൽ അവൻ്റെ ചിത്രങ്ങളോ നോട്ട്സോ കാണാനില്ലാത്തതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവൾക്ക് അവൻ്റെ ഓർമ്മകളില്ലെന്നുള്ളതും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അവൻ എവിടെയാണെന്നും അവൻ എന്തു പറ്റിയെന്നും ഇപ്പോൾ കഥയിൽ പറയുന്നില്ല. ഒരു ദിവസം കഫേയിലിരിക്കുന്ന ജിമിനോട് സിയോൺ പറയുകയാണ്, ഞാനിപ്പോൾ പടം വരയ്ക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു മുഖം പതിയാറുണ്ടെന്നും അതാരാണെന്ന് അറിയില്ല എന്നും പറഞ്ഞ് താൻ വരച്ച ചിത്രങ്ങൾ അവൾക്ക് കൈമാറുന്നു. അത് കണ്ട ജിമിൻ ഞെട്ടുന്നു. നിസ്സഹായതയോടെ ആ ചിത്രങ്ങൾ നോക്കി അവൾ ജിവോൺ കുറച്ച് നാളുകൾക്ക് മുന്നേ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നു. അതായത് ജിവോൺ ശരിക്കും പറഞ്ഞാൽ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണ്. അവന് ഇൻക്യൂറബിളായ ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ടാണ് അവൻ ഓടാനും സ്പോർട്സിനൊന്നും പങ്കെടുക്കാത്തതെന്നും നമുക്കിവിടെ നിന്ന് മനസ്സിലാകും. ഓരോ ദിവസം കഴിയുന്തോറും തൻ്റെ അസുഖം വഷളാവുന്നുണ്ടെന്നും എപ്പോൾ വേണമെങ്കിലും താൻ മരിക്കുമെന്നും മനസ്സിലാക്കിയ ജിവോൺ സിയോണിൻ്റെ ഓർമ്മകളിൽ നിന്ന് മാഞ്ഞു പോകാൻ ജിമിനോട് സിയോണിൻ്റെ കയ്യിലുള്ള തൻ്റെ എല്ലാ ഓർമ്മകളെയും എടുത്തു കളയാൻ ആവശ്യപ്പെടുന്നു. എല്ലാ ദിവസവും അവളെ സന്തോഷിപ്പിക്കുമെന്ന് ഉറപ്പു നൽകിയ അവൻ താൻ മരിച്ചാൽ ആ ഓർമ്മകളിൽ അവൾ വേദനിക്കാതിരിക്കാനാണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്. അതുപ്രകാരം ജിമിൻ അത് മനസ്സോടെ ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ കാണിക്കുന്നത് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് സിയോൺ കാത്തു നിൽക്കുന്നതും ജിവോണിനെ ഇനിയും കാണാത്തത് കൊണ്ട് വിളിച്ചു നോക്കുകയും ചെയ്യുന്നു. ഏറെ നേരം കാത്തുനിന്ന് രാത്രി അവൾ തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ ജിമിൻ വിളിച്ചെന്തോ ഒന്ന് പറയുകയും അവളുടെ മുഖഭാവം പെട്ടെന്ന് മാറുകയും ചെയ്യുന്നു. അടുത്ത സീനിൽ മരണപ്പെട്ട ജിവോണിനെയും തൊട്ടരികിൽ നിൽക്കുന്ന ജിമിനെയും യൂജിനെയും ആശ്വസിപ്പിക്കുന്ന അവൻ്റെ അച്ഛനെയും കാണിക്കുന്നു. ഇതെല്ലാം കണ്ട് അവൻ്റെ ഫോട്ടോയും നോക്കി അവൾ വെളിയിൽ തന്നെ നിന്നു. ഇത് കഴിഞ്ഞ് മുറിയിൽ അടച്ചുപൂട്ടിയിരിക്കുന്ന സിയൂണിനെ കാണാൻ ജിമിൻ എത്തുകയും ജിമിനെ കെട്ടിപ്പിടിച്ച് അവൾ ഒരുപാട് കരയുന്നുമുണ്ടായിരുന്നു. ഇവളുടെ സങ്കടം കൂടിക്കണ്ട ജിമിൻ ജിവോൺ പറഞ്ഞ പോലെ ജിവോണിൻ്റെ ഓർമ്മകൾ സിയൂണിൽ നിന്ന് നീക്കാൻ തീരുമാനിച്ചു. അവളില്ലാത്തൊരു ദിവസം അതിനായി തിരഞ്ഞെടുത്ത് അവിടെ ഉണ്ടായിരുന്ന ജിവോണിൻ്റെ ചിത്രങ്ങൾ, ജിവോണിനെ പറ്റി എഴുതിയിരുന്ന ജേർണലുകളെല്ലാം അവൻ്റെ ഓർമ്മയിൽ നിന്നും എടുത്തു കളഞ്ഞു. ഓർമ്മകളിൽ എവിടെയും അവനില്ലാതായി. അവളുടെ ഫോൺ മാറ്റുകയും അവൻ അവൾക്ക് കൊടുത്ത ഗ്ലാസ് ഗിഫ്റ്റ് എടുത്തു മാറ്റുകയും ചെയ്തു. അതുകൊണ്ടാണ് സിയൂണിന് അതാരാണെന്ന് മനസ്സിലാവാത്തതെന്ന് നമുക്ക് ബോധ്യമാകുന്നു. പിറ്റേന്ന് എന്നത്തെയും പോലെ അലാറം കേട്ട് എഴുന്നേൽക്കുന്ന സിയൂൺ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അമ്മ ഇന്നലെ നല്ല പോലെ ഉറങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായി നല്ലോണം ഉറങ്ങാൻ പറ്റുന്നുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. ഈ മറുപടി കേട്ട അച്ഛനും അമ്മയും മാത്രമല്ല അവൾ തന്നെ ഞെട്ടി. ഒന്നും ഓർമ്മയില്ലാത്ത അവൾ അതെങ്ങനെ പറഞ്ഞു എന്ന് നിശ്ചയിച്ച അവർ ഡോക്ടറെ കാണുകയും ഇത് ഗുഡ് സൈൻ ആണ്, അസുഖം മാറാനെന്നും എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മ വരികയാണെങ്കിൽ അത് ഡീപ്പ് തിങ്ക് ചെയ്യണമെന്നും അതൊരുപാട് ഹെൽപ്പ് ചെയ്യുമെന്നും പറയുന്നു. ആശുപത്രിയിൽ നിന്ന് വന്ന സിയോണിനെ കാണാൻ വന്ന ജിമിനോട് ആക്സിഡന്റ് കഴിഞ്ഞ് എനിക്കൊന്നും ഓർമ്മയില്ല, പക്ഷെ അതെല്ലാം ഞാൻ വായിച്ചറിഞ്ഞെങ്കിലും എന്തോ ഒന്ന് ഞാൻ ഇപ്പോഴും മറക്കുന്നു എന്ന് പറയുന്നു. ഇത് കേട്ട ജിമിൻ ഒന്നും മിണ്ടാതിരിക്കുന്നു. റൂമിലെത്തിയ ജിമിൻ ജിവോണിൻ്റെ പലതരത്തിലുള്ള ചിത്രങ്ങൾ ചുവരിൽ കണ്ട് അതിശയിച്ചു നിന്നു. ഇതാരാണെന്നറിയില്ലെങ്കിലും എൻ്റെ മനസ്സിൽ ഈ ഒരു മുഖം മാത്രമേ വരുന്നുള്ളൂ എന്നും വരച്ചുകൊണ്ടിരുന്നാൽ ഇതാരാണെന്ന് ഓർമ്മ വരുമായിരിക്കുമെന്നും സിയൂൺ കൂടെ ചേർക്കുന്നു. ഇത് കണ്ട് ജിമിൻ ശരിക്കും അതിശയിക്കുന്നു. അവൾ തൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന ജിവോണിൻ്റെ ഓർമ്മകളെല്ലാം സിയൂണിന് സോറി എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതെല്ലാം കാണുകയും വായിക്കുകയും ചെയ്ത അവൾ ഒരുപാട് വിഷമിക്കുന്നു. പിറ്റേന്ന് സിയൂൺ
ജിവോണിൻ്റെ വീട്ടിലെത്തുമ്പോൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ സാധനങ്ങൾ ഒതുക്കുന്ന അച്ഛനെയാണ് കാണുന്നത്. സംസാരിക്കുന്നതിനിടയിൽ അച്ഛനൊരു ബോക്സ് അവൾക്ക് നീട്ടുന്നു. അത് സിയോൺ ജിവോണിന് നൽകിയ ഗ്ലാസ് ഗിഫ്റ്റ് ആയിരുന്നു. അത് കണ്ട് വല്ലാതായ അവൾ തന്നോട് ക്ഷമിക്കണമെന്നും എനിക്കിതൊന്നും ഓർമ്മയില്ലായിരുന്നു എന്നും പറയുമ്പോൾ എല്ലാവരുടെ ഓർമ്മകളും കാലം മായ്ച്ചു കളയുമെന്നും മനസ്സ് മാത്രം അത് ഓർത്തിരിക്കുമെന്നും അച്ഛൻ പറയുന്നു. അത് കേട്ടവൾ ഒരുപാട് കരയുന്നു. ശേഷം അവൻ്റെ ഓർമ്മകളിൽ ജീവിക്കുന്ന സിയോണിനെ കാണിച്ചുകൊണ്ട് സിനിമ അവിടെ അവസാനിക്കുന്നു. അങ്ങനെ ഓരോ ദിവസവും പുതുതായി തുടങ്ങിയ ആ പ്രണയം അവിടെ അവസാനിക്കുന്നു. അവസാനം ഒരു സത്യം മാത്രം ബാക്കിയാകും. ഓർമ്മകൾ മായ്ച്ചാലും ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മായില്ല. സങ്കടം നൽകുന്ന എന്നാൽ വളരെ മനോഹരമായൊരു ചിത്രം, ഈവൺ ഇഫ് ദിസ് ലവ് ഡിസപ്പിയേഴ്സ് ടുനൈറ്റ്. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യുക. ബൈ.